അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ പ്രിയം നിറഞ്ഞ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈയൊരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് അവൻ്റെ ദീന് ചർച്ച ചെയ്യുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും സമയം ചിലവഴിക്കുന്നതും ഈ സംഘാടനവുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി, സുഹൃതമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. കുടുംബം സമാധാനത്തിൻ്റെ ഇടം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി സംസാരിക്കാനുള്ളത്. കേൾക്കാനും പറയാനുമെല്ലാം വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ്. പക്ഷേ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു വേള പലരും പരാജയപ്പെടുന്ന, പുറമേ കാണുന്ന സന്തോഷം ഉള്ളിൽ ഇല്ലാത്ത അവസ്ഥകളിലൂടെയാണ് ഇന്ന് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് അഭിപ്രായമെന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് ഒരു വാക്കിൽ പറയുന്നു. പക്ഷേ ആ വാക്ക് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്നതാണോ എന്നൊരാത്മപരിശോധന നടത്തിയാൽ ആ പരിശോധനയുടെ മുന്നിൽ നമ്മൾ തല താഴ്ത്തേണ്ടി വരുന്ന ഇടങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മുടെ സന്തോഷം, നമ്മുടെ സമാധാനം, നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണത അത് നമ്മുടെ കുടുംബമാണ്. ഇപ്പോൾ നല്ലൊരു ജോലിയും നല്ല ശമ്പളവും ഇവിടെ ഉണ്ടെങ്കിലും നമ്മുടെ വീടിനേക്കാൾ നല്ല ഭക്ഷണവും സൗകര്യവും സുഖവും നമ്മൾ എത്തിപ്പെട്ട ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുണ്ടെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുക കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്നതാണ്. ഭാര്യയെ കാണണം, മക്കളെ കാണണം, അവരുമായി ഒത്ത് കഴിയണം. ഇതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ഒരു സമാധാനത്തിൻ്റെ മാർഗം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമാധാന ജീവിതം എങ്ങനെ കിട്ടും? ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ ഒന്നും രണ്ടുമല്ല. വിവാഹം കഴിഞ്ഞ് 2 മാസം ആവുമ്പോഴേക്കും ആ വിവാഹബന്ധം അവസാനിപ്പിച്ചു പോകുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. പ്രായമേറെ എത്തിയിട്ടും, മക്കളേറെ ഉണ്ടായിട്ടും അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് പോകുന്ന, അന്യ പരപുരുഷ ബന്ധങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകൾ സമൂഹത്തിലുണ്ട്. അവിശുദ്ധ ബന്ധങ്ങളിൽ എത്തിപ്പെടുന്ന പുരുഷന്മാരുണ്ട്. ഇങ്ങനെ കുറേ കാഴ്ചകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഇസ്ലാം പറയുന്ന കുടുംബത്തിൻ്റെ അടിത്തറയും സമാധാനത്തിൻ്റെ വഴിയും എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്, സുന്ദരമാണ്, മനോഹരമാണ്. ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ കുടുംബജീവിതം ഇവിടെ അവസാനിക്കുന്നതല്ല. നാളെ പാരത്രിക ലോകത്ത്, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കണമെന്നാണ്. ആ സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ മുന്നിൽ
നിങ്ങളിതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അൻതും വ അസ്വാജുക്കും തുഹ്ബറൂൻ എന്നാണ്, കുടുംബസമേതം കയറിക്കോളൂ എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അത്തൂറിൻ്റെ 25-ാമത്തെ ആയത്തിൽ സ്വർഗ്ഗക്കാരുടെ ചില സംസാരങ്ങൾ പറയുന്നുണ്ട്. ചെറുതായി ഒന്ന് വിശദീകരിക്കാൻ. വ അഖ്ബല ബഅ്ദുഹും അലാ ബഅദി യതസാഅലൂൻ. സ്വർഗത്തിൽ കഴിയുന്ന മനുഷ്യന്മാർ അവർ പരസ്പരം ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽ എത്തിപ്പെട്ടത്? ഖാലൂ ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. ഞങ്ങളിതിൻ്റെ മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ ഭയഭക്തിയുള്ള ആളുകളായിരുന്നു, സൂക്ഷ്മതയുള്ളവരായിരുന്നു. എന്തേ നിങ്ങൾ സ്വർഗത്തിലെത്താൻ, എങ്ങനെയാണ് നിങ്ങൾ സ്വർഗത്തിലെത്തിപ്പെട്ടത് എന്ന ചോദ്യത്തിന് പരസ്പരം പറയുന്ന മറുപടി, ഞങ്ങൾ കുടുംബത്തിൽ ഭയഭക്തിയുള്ള തഖ്വയുള്ള ആളുകളായിരുന്നു. ഫമന്നല്ലാഹു അലൈനാ വവഖാന അദാബസ്സമൂം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അനുഗ്രഹിക്കുകയും കത്തിയാളുന്ന നരകത്തിൽ നിന്ന്, സമൂമിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ, സമാധാനമുള്ള ലോകത്തേക്ക് എത്തണമെങ്കിൽ ഈ ലോകത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു? തഖ്വയോടുകൂടി ജീവിക്കണമെന്നുള്ളതാണ്. എന്താണ് തഖ്വ? ഒരു ഭർത്താവ്, ഒരു ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജ സഹോദരങ്ങൾ, ഇവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. ദീനില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തം മകനാണെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞല്ലോ, നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല എന്നാണ്. താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. സ്വന്തം ബീജത്തിൽ പിറന്ന, രക്തത്തിൽ പിറന്ന സ്വന്തം മകനെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അപ്പോൾ കുടുംബത്തിൽ പെടണമെങ്കിൽ, കുടുംബമാകണമെങ്കിൽ എന്താണ് അടിസ്ഥാനം? ദീനുണ്ടാകണം, മതമുണ്ടാകണം, മതബോധമുണ്ടാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മോട് വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞത്, മതബോധമുള്ളവരെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. പെൺമക്കളുള്ള പിതാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകളെ വിവാഹം ആലോചിച്ചാൽ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കൂടുതൽ ഫസാദുകൾ, ഫിത്നകൾ ഉണ്ടാകാൻ കാരണമാകുന്നതാണ്. വിവാഹം കഴിക്കുന്ന പുരുഷന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദീനുള്ളവളെ കഴിക്കണമെന്നതാണ്. അപ്പോൾ ദീനാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം, അടിത്തറ. അതിൻ്റെ ഏറ്റവും വലിയ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് അത് ദീനാണ്. ദീനില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മൾ സമാധാനം പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സമാധാനം എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. അവിടെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് ആരെയാണ്? ഒരു സംശയവുമില്ല, ജീവിച്ച് നമുക്ക് കാണിച്ച് തന്നുപോയ നമ്മുടെ മുന്നേ കഴിഞ്ഞ നേതാക്കന്മാരുണ്ട്, അഥവാ പൂർവികരായ പ്രവാചകന്മാർ, അതേപോലെ തന്നെ സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ, അവരുടെ മഹദികൾ, ഇവരെല്ലാം എങ്ങനെ ജീവിച്ചുവോ അതുപോലെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാതൃക കണ്ടെത്തേണ്ടത്. ഉദാഹരണത്തിന്, ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്ന് ചോദിച്ചാൽ ഒരു ഭാര്യയ്ക്ക് ചിലപ്പോൾ 100ഓളം അഭിപ്രായങ്ങളുണ്ടാവും. എന്നാൽ ഒരു ഭർത്താവ് എങ്ങനെയാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവർ. അത് നമ്മുടെ ഈമാനുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. നിങ്ങൾ ഏറ്റവും നല്ല ഈമാനുള്ളവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. ആ സ്വഭാവം ആരോട്? ജോലിസ്ഥലത്തല്ല, ഓഫീസിലല്ല, പള്ളി കമ്മിറ്റിയിലല്ല, അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഏതെങ്കിലും ഒരു മേഖലയിലല്ല. നമ്മുടെ സ്വഭാവം വ്യക്തമായി തെളിയേണ്ടത് നമ്മുടെ ഭാര്യമാർക്ക് മുന്നിലാണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കണം. വഇൻ തുസ്ലിഹു. എത്രയെത്ര പ്രയോഗങ്ങൾ! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ജീവിച്ച്, പ്രിയപ്പെട്ടവരെ, ആ സർട്ടിഫിക്കറ്റ് പ്രവാചകന് കിട്ടി. അതാണ് കാന ഖുൽഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അത് ഖുർആനായിരുന്നു. അപ്പോൾ പിന്നെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ അതങ്ങനെ തരണം ചെയ്യും.
ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നാൽ ദീന് കൊണ്ട് നമുക്ക് തരണം ചെയ്യാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ഒരു പച്ചയായ പിതാവിനെ മാത്രം നമ്മൾ എടുക്കുക. എങ്ങനെയായിരുന്നു, എന്തെല്ലാം പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നിരുന്നു. ജന്മം നൽകിയ 7 മക്കളിൽ 6 മക്കളെയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വന്നു. മനസ്സ് തകരൂലേ? ജീവിതം പതറിപ്പോകില്ലേ? എത്ര വലിയ പരീക്ഷണാണ്. പിതാക്കളാണ് എൻ്റെ മുന്നിലിരിക്കുന്നവർ. ജന്മം നൽകിയ 7 മക്കളിൽ 6 മക്കളെയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടി വരുമ്പോൾ അതിലും ആൺകുട്ടികൾ ചെറിയ പ്രായത്തിലാണ് മരിച്ചുപോയത്. ഇബ്രാഹിം എന്ന കുഞ്ഞ് 18 മാസം 1.5 വയസ്സ്. 1.5 വയസ്സെന്ന് പറഞ്ഞാൽ നടത്തം തുടങ്ങി കൂടെ അല്ലേ നടന്നുകൊണ്ടിരിക്കുന്ന അവൻ്റെ കളിയും ചിരിയുമെല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലെടുത്ത് കരയുമ്പോൾ പ്രവാചകന്റെ കണ്ണുനീര് ആ കുട്ടിയുടെ മുഖത്തേക്ക് ഉറ്റിവിടാൻ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ അത് കണ്ട് നിലവിളിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ കരയരുത്. റസൂലേ, അങ്ങ് കരഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കരയുകയല്ല, ഇത് കാരുണ്യമാണ് എന്ന് പറയേണ്ടി വന്നത് ആർക്കാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ ജന്മം നൽകിയ കുഞ്ഞ് മരിച്ചു. എങ്ങനെ? മുല കൊടുക്കാനുള്ള സാവകാശം പോലും കിട്ടിയില്ല. ഉമ്മമാര് ചിന്തിക്കണേ, ജീവിതമാണ്, പരീക്ഷണമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം തരോ, ഒരു പൂർണ്ണമായ സമാധാനം അതിവിടെ കിട്ടുമോ? ഒരിക്കലുമില്ല. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പരീക്ഷണത്തിൻ്റെ ഇടമാണ്. ആ പരീക്ഷണത്തിൻ്റെ ഇടത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ദിക്റും ഉണ്ടെങ്കിൽ സമാധാനം കിട്ടും. ഖദീജ റളിയല്ലാഹു അൻഹ ജന്മം നൽകിയ കുഞ്ഞ് പാല് കുടിക്കാൻ പോലും അവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാതെ തിരിച്ചു വിളിച്ചു. പ്രവാചകന്റെ മുന്നിൽ ചെന്ന് പരാതി പറഞ്ഞു, റസൂലേ, നമ്മുടെ മകന് മുല കൊടുക്കാനുള്ള സാവകാശം പോലും അള്ളാഹു തന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. ഖദീജ, നാളെ സ്വർഗീയ സ്ത്രീകൾ നമ്മുടെ മകന് മുല കൊടുക്കുന്നത് നിനക്ക് സന്തോഷമാകില്ലേ എന്ന് ചോദിച്ച് സ്വന്തം ഭാര്യയെ ആശ്വസിപ്പിക്കേണ്ടി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. പ്രവാചകൻ എന്ന അമ്മോസൻ അല്ലേ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിപ്പിച്ചു കൊടുത്ത 2 പെൺമക്കളും മരണപ്പെട്ട് അവസാനം മറമാടി തിരിച്ചു വരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കാൻ, ഉസ്മാൻ, എനിക്ക് 3ാമതൊരു മകളുണ്ടായിരുന്നുവെങ്കിൽ, വിവാഹപ്രായമെത്തിയൊരു കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് വിവാഹം കഴിപ്പിച്ചു തരുമായിരുന്നു. എനിക്ക് 10 പെൺമക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ഓരോന്നിനെയായിക്കൊണ്ട് ഞാൻ താങ്കൾക്ക് വിവാഹം കഴിപ്പിച്ചു തരുമായിരുന്നു എന്ന് പറയേണ്ടി വന്നതാർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ കുടുംബജീവിതം നമുക്ക് മാതൃകയാകുന്നത് എങ്ങനെ? എന്തു വന്നാലും ആ വീട്ടിൽ സൗകര്യങ്ങളുണ്ടോ? ഇല്ല. തഹജ്ജുദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുമ്പോൾ സുജൂദിൽ പ്രവാചകൻ പ്രവേശിക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാല് നീക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൗകര്യങ്ങളല്ല സമാധാനം. സമ്പത്താണോ? അല്ല. സുഭിക്ഷമായ ഭക്ഷണമാണോ? അല്ല. ആയിഷ, എന്താണെന്ന് കഴിക്കാനുള്ളത്? ഒന്നുമില്ല. എങ്കിലെനിക്കിന്ന് നോമ്പാണ് എന്ന് പറഞ്ഞ് സുന്നത്ത് നോമ്പെടുക്കുന്ന റസൂലുള്ളാഹി റൊട്ടി കൊണ്ടുവന്ന് കൊടുത്ത് ആ റൊട്ടിക്കെന്താണ് കറിയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ സുർക്കയാണ് എന്ന് പറയുമ്പോൾ ആ സുർക്ക കൂട്ടി ഭക്ഷണം കഴിച്ച ആയിഷ, സുർക്ക നല്ല ഭക്ഷണമാണ് കേട്ടോ, കറിയാണ് കേട്ടോ എന്ന് സ്വന്തം ഭാര്യയോട് ആ പ്രയാസത്തിന്റെ ഞെരുക്കത്തിന്റെ നാടുകളിൽ കൊണ്ടുവരുന്ന ആ ഭക്ഷണം പോലും സ്വാദോടുകൂടി കഴിക്കുന്ന റസൂലുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാര്യമാരോട് നമുക്ക് ആ രൂപത്തിൽ വർത്തിക്കാൻ, നമ്മുടെ കുടുംബത്തോട് ആ രൂപത്തിൽ വർത്തിക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെ? തൻ്റെ കുട്ടികളുടെ കൂടെ അഥവാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരുടെ കൂടെ ഒട്ടകം കളിക്കുന്ന റസൂലുള്ളാഹി. അവർ വന്നിട്ട് പറയാണ്, വല്ലിപ്പ, ഈ മദീനയിലെ കുറേ കുട്ടികളെ ഞങ്ങൾ കണ്ടു, അവരെല്ലാം നല്ല വാഹനത്തിൻ്റെ പുറത്താണ്, ഞങ്ങൾക്ക് വാഹനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടുകുത്തി കൊടുത്തു. നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. പേരക്കുട്ടികൾക്ക് വേണ്ടി മുട്ടുകുത്തി കൊടുക്കുന്ന അല്ലേ ഒരു വല്ലിപ്പ. ഇനി നമ്മളങ്ങനെ മുട്ടുകുത്തി കൊടുത്താൽ നമ്മളെ ആരെന്താ പറയുക? ഈ വയസ്സാം കാലത്ത് മൂപ്പർക്ക് ഇപ്പം എന്തിൻ്റെ കേടാന്ന് ചോദിക്കാം അല്ലേ. ഈ വയസ്സാം കാലത്ത് ഇനി കുമ്പിട്ടിട്ട് ആ നട്ടെല്ലും കൂടി കുളിക്കാൽ എന്താ ചെയ്യാന്നാണ് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ താഴ്ന്നു കൊടുത്തു. എപ്പോൾ പറയാണ്, നമ്മളെ വാഹനത്തിന് വേഗതല്ല, കുട്ടികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരാതി കേട്ട് വേഗത കൂട്ടി. അപ്പോൾ അടുത്ത പരാതി, അവിടെ കയ്യിലെന്തോ ഉണ്ട് പിടിക്കാൻ. അപ്പോൾ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ 2 ഭാഗത്തെയും മുടി അത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അത് പിടിക്കാൻ വേണ്ടി പറഞ്ഞു.
ഒട്ടകം ശബ്ദമുണ്ടാക്കുന്ന പോലെ ചെറിയ രൂപത്തിൽ ശബ്ദമുണ്ടാക്കി. ഇങ്ങനെ പോകാൻ സ്വഹാബികൾ കണ്ടിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് എത്ര നല്ല വാഹനമാണ് കിട്ടിയത് അല്ലേ, നിങ്ങൾക്ക് എത്ര നല്ല വാഹനമാണ് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ പറയരുത്. ആ കുട്ടികളോട് നിങ്ങൾ പറയേണ്ടത് ഈ വാഹനത്തിന് എത്ര നല്ല യാത്രക്കാരെയാണ് കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ്. മനസ്സിലാവുണ്ടോ? എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, വർത്തനങ്ങൾ? റസൂലുള്ളാഹിന്റെ വീടെന്താ? കൗമാരത്തിലെത്തിയ ഒരു കുട്ടി കൈ ഉയർത്തിയാൽ മുകളിൽ തട്ടുന്നാണ് അല്ലേ. പണ്ടത്തെ മദീന പള്ളിയുടെയും പ്രവാചകൻ്റെ വീടിൻ്റെയും ഹൈറ്റ് പറയാൻ, കൗമാരത്തിലെത്തിയ ഒരു 13-കാരൻ 12-കാരൻ കൈ ഉയർത്തിയാൽ അതിൻ്റെ മുകളിൽ തട്ടു. അത്രയും ചെറിയ സൗകര്യത്തിൽ ജീവിച്ചിട്ട് പോലും എത്ര സമാധാനത്തിലാണ് കുടുംബജീവിതം കൊണ്ടുപോയത്. അപ്പോൾ സഹോദരങ്ങൾ, ഇതിൻ്റെ കാതലായ വശം എന്താണ്? ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ എന്താണ്? ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ആ പരീക്ഷണത്തിൽ, ആ ബുദ്ധിമുട്ടിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ ഒരുക്കേണ്ടത് എങ്ങോട്ടാണ്? നാളെ പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. ഈ നമുക്കൊക്കെ വിവാഹം കഴിഞ്ഞ ഡേറ്റ് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? വിവാഹം കഴിഞ്ഞ ഡേറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടാവും. 2 നിലക്ക് അതിനെ ഓർക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒന്ന് കുടുങ്ങിയ ഡേറ്റാണ് അല്ലേ, അല്ലെങ്കിൽ അന്ന് റാഹത്തായ ഡേറ്റാണ് എന്ന നിലക്ക് 2 നിലക്കാണ് ആ ഡേറ്റിനെ ഓർക്കുക. എന്നാൽ നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ആ ഡേറ്റ് മുതൽ ഇന്നത്തെ ഡേറ്റ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ഏതാ വിഭാഗം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ല വഅയ്കല ഇംറതഹു. ഒരു ഭർത്താവ് രാത്രി എഴുന്നേറ്റു നമസ്കരിക്കാൻ, സ്വന്തം ഭാര്യയെ വിളിച്ചുണർത്തി. ഫഇൻ അബത്, അവൾ വിസമ്മതിക്കുന്ന സമയത്ത് അവളുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നൊരു ഭർത്താവ്. ഈ കൂട്ടത്തിൽ അല്ലേ 10 വർഷം കുടുംബജീവിതം നയിച്ചവരുണ്ടാവും, 15 വർഷം കുടുംബജീവിതം നയിച്ചവരുണ്ടാവും, 30-20 വർഷം കുടുംബജീവിതം നയിച്ചവരുണ്ടാവും. ഇങ്ങനൊരു ഓർമ്മ, സ്വന്തം ഭാര്യയെ നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുന്നൊരു ഭർത്താവ്. ഈ വിവാഹത്തിൻ്റെ ഞാൻ പറഞ്ഞ ആ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഈ ഒരു ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തിരിച്ചും പറഞ്ഞു, ഭർത്താവിനെ ഇതേപോലെ ഒരു ഭാര്യ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നു. ഇപ്പം നമ്മൾ പറയും കുടുംബത്തിൽ തീരെ സ്വസ്ഥതയില്ല, സമാധാനം, അവളിൽ നിന്ന് സന്തോഷം കിട്ടണില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ദീനുണ്ടാകണം, നമസ്കാരം ഉണ്ടാകണം, അത് ഒരുമിച്ചാകണം അല്ലേ. അതിനെന്തൊരു സമാധാനം ഉണ്ടോ? ഒരു ഭർത്താവും ഭാര്യയും രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച് ആ മുസല്ലയിലിരുന്ന് തൻ്റെ മക്കൾക്കും തൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം റഹ്മാനായ റബ്ബിനോട് പറയുമ്പോൾ കിട്ടുന്നൊരു സ്വസ്ഥതയും സമാധാനവും അത് വേറെ തന്നെയാണ്. ആ വീട്ടിൽ പിന്നീട് ഒരു മരണം നടന്നാലും അവർ പറയും അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ. ഇത് പറയാൻ കഴിയണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മൾ ദീനെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ മാത്രമുള്ളതല്ലല്ലോ അല്ലേ. നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ കഠിനമായി ശ്രമിക്കേണ്ടതും നമ്മൾ മത്സരിക്കുകയും ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭാര്യയെ വിളിച്ചുണർത്തിയ റസൂലുള്ളാഹി ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം വെച്ചിട്ടുണ്ട്. മനസ്സിലുണ്ടോ? കളിയുണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കളവ് പറയാൻ അനുവാദം തന്നൊരു മേഖല ഏതാണ്? സ്വന്തം ഭാര്യമാരോടാണ്. എന്തിനാണ്? ചതിക്കാനല്ല, വഞ്ചിക്കാനല്ല, പറ്റിക്കാനല്ല, മറിച്ച് തമാശക്ക് കളവ് പറയാൻ അനുവാദം തന്നത് സ്വന്തം ഭാര്യമാരോടാണ്. അവരെ സന്തോഷിപ്പിക്കാൻ. ചിലപ്പോൾ ചിലരൊക്കെ കളവ് പറയും, പക്ഷെ സന്തോഷിപ്പിക്കാനാവില്ല, ഇടങ്ങാറാക്കാനായിരിക്കും, ബുദ്ധിമുട്ടിക്കാനായിരിക്കും അല്ലേ. എന്ന് മാത്രമല്ല, എത്ര കാലം കഴിഞ്ഞാലും സ്വന്തം ഭാര്യയെ അംഗീകരിക്കാത്ത മനുഷ്യന്മാരുണ്ട്. ഇപ്പം ഇങ്ങനെ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഇതിനേക്കാൾ സൗന്ദര്യമുള്ളൊരു സ്ത്രീയെ കണ്ടാൽ പറയുന്നത്, ഓ കണ്ടില്ലേ, ഞാനൊക്കെ കല്യാണം ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഈ പെണ്ണൊക്കെ എവിടെ ഇരുന്നു എന്നാണ് അല്ലേ. എന്നിട്ടിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ എനിക്ക് കിട്ടിയത് എന്നാരോട്? അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ഭാര്യനോട്. അപ്പോൾ ഭാര്യ പറയും, ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് എത്രയോ ചെറുപ്പക്കാർ നിങ്ങളെക്കാൾ നല്ല ഭംഗിയുള്ള ആൾക്കാർ ലെറ്ററൊക്കെ എഴുതി തന്നതാണ്, പാപ്പാനോട് വന്ന് പറഞ്ഞതാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യനാണല്ലോ എനിക്കും കിട്ടിയതെന്നാണ്. എത്ര കാലം കഴിഞ്ഞിട്ട് അംഗീകരിക്കണില്ല. ഇതാരുടെ തീരുമാനമാണ്? ഇത് പടച്ചോൻ്റെ തീരുമാനമാണ് അല്ലേ. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, നമ്മൾ തീരുമാനിച്ചതല്ല. ബ്രോക്കർ മരിച്ചു പോയിട്ടുണ്ടാവും ഉണ്ടാക്കിയ ആൾ, എന്നാലും ശാപം മൂപ്പരയ്ക്ക് തന്നെയാണ് അല്ലേ. ബ്രോക്കർ മരിച്ച് മൺമറിഞ്ഞു പോയാലും ഞാൻ ആ മനുഷ്യരെ കാണട്ടെ എന്നാ പറയാം. ആളത് ചിലപ്പോൾ ഓർത്ത് തന്നെ ഉണ്ടാവില്ല. സഹോദരങ്ങളെ, നമ്മൾ തമാശക്ക് പറയലുണ്ട്, ഈ സ്നേഹം എന്ന് പറയുന്നത് മരിച്ചാലാ കാണുക. മനസ്സിലുണ്ടോ?
ഭാര്യയുടെ ജനാസ മുന്നിൽ വരുമ്പോഴാണ് സ്നേഹം മനസ്സിലാവുക. ഭർത്താവിൻ്റെ ജനാസ മുന്നിൽ വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും അവസാനിച്ച ഒരു വികാരത്തിലേക്ക് അവരെത്തുക. അപ്പം നമ്മളെ ഉള്ള ഭാര്യയാണ് ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത്, ഇല്ലാത്തതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. ഇത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്, നിഅമത്താണ്, അമാനത്താണ്. നമ്മൾ വിസ്മി ചൊല്ലി ഏറ്റെടുത്തതാണ് അല്ലേ. സാധാരണ നമ്മൾ തമാശക്ക് നമ്മൾ കൈ കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മളെ വലിയ പറഞ്ഞിട്ടുണ്ടാവും, ഇണയാക്കി തുണയാക്കി തന്നിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. കുറച്ച് കാലം കഴിഞ്ഞാൽ പറഞ്ഞത് ഇങ്ങനെയൊന്നും തോന്നിപ്പോകുന്നത് എനിക്ക് പാരയാക്കി ഇടങ്ങാറാക്കി മുസീബത്താക്കി തന്നിരിക്കുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലാണെന്ത് ഇന്ന് ഫൈറ്റ് ആരോടാ? സമസ്തക്കാരോടല്ല. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടികളാണ്. മറുപടി കഴിഞ്ഞാൽ പിന്നെ ഖണ്ഡനം കഴിഞ്ഞാൽ പിന്നെ മുഖാമുഖം വെച്ചു, പിന്നെ സംവാദം വെച്ചു, പിന്നെ ക്ലിപ്പിടാൻ വരെ തുടങ്ങി ഇല്ലേ. പിന്നെ മധ്യസ്ഥ വരും. ഇങ്ങനെ നടക്കുക. ക്ലിപ്പ് ഏതാ? നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒരു ഓർമ്മയുണ്ടാവും, ഒന്നും മറക്കൂല. അവിടെ വെച്ച് ഇന്ന സന്ദർഭത്തിൽ വെച്ച് ഇന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓർമ്മയുണ്ടാവും. ക്ലിപ്പ് അതാണ് അല്ലേ. പിന്നെ മധ്യസ്ഥയായി. എന്നാൽ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് കുടുംബ ഗ്രൂപ്പിൽ സ്റ്റാറ്റസ് എന്താ? 25 കൊല്ലത്തെ സന്തുഷ്ട ജീവിതം. ശരിക്കും 25 കൊല്ലം സന്തുഷ്ടമല്ല, പൂർണ്ണമായ സമാധാനക്കേടായിരുന്നു. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, അത് പുറം ലോകം അറിഞ്ഞിട്ടില്ല, അത് നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഈ അടുത്തൊരു കൗൺസിലർ പറഞ്ഞെന്താ വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവും വന്നു എന്നാണ്. അവർക്ക് എങ്ങനെയെങ്കിലും പിരിച്ചു കിട്ടിയാൽ മതി, വേറൊന്നും വേണ്ട എന്നാണ് അവർ പറയണേ. പിരിക്കണം, ഓക്കെ ഞാൻ പിരിച്ചു തരാമെന്ന് പറഞ്ഞു മൂപ്പര്. അതിനുള്ള നിയമ വഴികളെല്ലാം പറഞ്ഞുതരാം. എന്താ നിങ്ങളെ കാരണം എന്നറിയണം. ഭർത്താവിനെ ഇരുത്തി കാരണം ചോദിച്ചു. ആ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഒരുങ്ങുന്നില്ല, എനിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നില്ല. അവൾ രാത്രി വീടൊക്കെ വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി ആ വിയർപ്പോട് കൂടി ആ ഗന്ധത്തോടു കൂടിയാണ് റൂമിലേക്ക് വരിക. അതുകൊണ്ട് അവൾ ഞാനിനി ഒത്തുപോകില്ല. അപ്പോൾ ഭാര്യനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കുഴപ്പം? ഭാര്യ പറഞ്ഞു, മൂപ്പർക്ക് ഇന്നെ തീരെ താല്പര്യമില്ല, ഞാൻ എപ്പോൾ റൂമിലേക്ക് ചെല്ലുകയാണെങ്കിലും മൂപ്പർ രാത്രി തിരിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഇനി മൂപ്പരെ കൂടെ ജീവിക്കണം, മൂപ്പർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഈ കൗൺസിലർക്കൊരു സംശയം, ഇതെന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ. അപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങളെന്താ തിരിഞ്ഞെടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഭാര്യ കുളിക്കാതെ വരണോണ്ടാണ്. ഭാര്യനോട് ചോദിച്ചു, നിങ്ങളെന്താ കുളിക്കാതെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ കുളിച്ച് പോയിട്ട് എന്താ മൂപ്പര് തിരിഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മൂപ്പര് തിരിഞ്ഞെടുക്കണം എന്താ? ഇത് കുളിക്കാതെ വരണോണ്ടാണ്. ഇത് കുളിക്കാതെ പോകണം എന്താ? മൂപ്പര് തിരിഞ്ഞെടുക്കണോണ്ടാണ്. ഇതെവിടെ എത്തി? തൊലാഖിൻ്റെ വക്കിലേക്ക് എത്തി. അപ്പോൾ അവസാനം ഈ കൗൺസിൽ പറഞ്ഞു, ഒരാൾ ഇങ്ങോട്ട് തിരിയാം, ഒരാൾ കുളിച്ചു പോകുക, പ്രശ്നം കഴിഞ്ഞ്. ഇതാണ് കുടുംബജീവിതം. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതുണ്ടായ സംഭവമാണ്. കുടുംബജീവിതം ഇനി വേണ്ടാന്ന് പറഞ്ഞ കാരണം ഇന്ന് സഹോദരങ്ങൾ ഈ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ട്. നമ്മൾ തമാശയ്ക്ക് പറയും, ഇത് എവിടെ നടന്നു എന്ന് എന്നോട് ചോദിക്കരുത്. ഒരു ഭർത്താവ് ഭാര്യനോട് പറഞ്ഞതാണ്, എനിക്ക് രണ്ടാമതൊരു കല്യാണം കഴിക്കണം അല്ലേ. ആ ഭാര്യ പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് നിങ്ങൾ കഴിച്ചോളി, എനിക്കത് കാണാൻ വയ്യ. ഓക്കെ, ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ഞാൻ മരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, മരിച്ചിട്ട് എൻ്റെ കബറിൻ്റെ മുകളിലത്തെ വെള്ളം വറ്റണം. നാട്ടിൽ കബറിൻ്റെ മുകളിൽ വെള്ളം ഒഴിക്കും മരിച്ചു കഴിഞ്ഞാൽ. ആ സമയത്ത് എന്ത് ചെയ്ത്, ആ സമയത്ത് ഭർത്താവ് സമ്മതിച്ചു, അങ്ങനെ ശരി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഭാര്യ രോഗം വന്ന് മരിച്ചു. കബറടക്കുന്ന മൂപ്പരവിടെ ചെന്ന് നിൽക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ മൂപ്പർക്ക് മനസ്സിലുണ്ട്, ഇതൊന്ന് വെറ്റിയിട്ട് വേണം ചെയ്യാൻ, അടുത്തത് നോക്കാൻ. അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം പോയി നോക്കൽ ശരിയല്ലല്ലോ, നാട്ടുകാർ കാണൂലേ. ഒരാഴ്ച കഴിഞ്ഞ് പോയി നോക്കി, കബറിൻ്റെ മുകളിലെ വെള്ളം അതേപോലെ ഉണ്ട്. വേറൊരു കബറിൻ്റെ മുകളിൽ വെള്ളമല്ല. ആ മൂപ്പര് വെച്ച് രാത്രി വല്ല മഞ്ഞ പെയ്തായിരിക്കും എന്ന് വിചാരിച്ച്, അല്ല. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നോക്കി, അപ്പോഴും ഇല്ല. ആ കബറിൻ്റെ മുകളിൽ മാത്രം വെള്ളമുണ്ട്. ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോഴും ആ കബർ എപ്പോഴും നനഞ്ഞെടുക്കുകയാണ്. മൂപ്പർക്ക് എന്തോ ഒരു പന്തികേട്. സുബഹിസ്കാരം കഴിഞ്ഞ് പള്ളിക്കാട്ടിൽ തന്നെ ഇരുന്ന് എന്താ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് 11 മണിക്ക് ഒരു കുടം വെള്ളയിട്ട് ആര് വരുന്നത്? അളിയാക്ക് വരുന്നത്. അപ്പോൾ അളിയാക്കാനെ പൊടിച്ചിട്ട് ചോദിച്ചു, എന്താ ഈ കുടം വെള്ളയിട്ട് പള്ളിക്കാട്ടിക്കാണ്? പെങ്ങൾ മരിക്കുമ്പോൾ ഒരു വസിയത്ത് നൽകിയിട്ടുണ്ട്, എന്ത് ഒന്നരാടം കബറിൻ്റെ മുകളിൽ വെള്ളം വന്ന് ഒഴിക്കണമെന്ന്. മൂപ്പർക്ക് മനസ്സിലായി, എന്ത് അളിയാക്ക ജീവനോടുള്ള കാലത്തോളം എന്ത് നടക്കൂല, കണ്ണാതെ കട്ടി നടക്കൂല. ഇത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇത് തമാശക്ക് പറയണതാണ്. ഇതാണ് സ്നേഹം. നമ്മളല്ലാതെ ഒരാളെ എന്നില്ല, അവരംഗീകരിക്കൂല. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. മനസ്സിലുണ്ടോ? ഇതൊന്ന് പോയി നോക്കണം, അപ്പോഴേ അതിൻ്റെ വില നമുക്ക് അറിയുള്ളൂ. നഷ്ടപ്പെട്ട് നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോഴേ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് നമ്മളെ ഭാര്യ ഉണ്ടെങ്കിൽ എനിക്കെന്താ ഇവിടെ പണിയെന്ന്. ഭാര്യ പറഞ്ഞു, എനിക്കൊരു പണിയില്ല, ഞാനിവിടെ വെറുതെ ഇങ്ങനെ പാട്ടും പാടി ഇരിക്കുകയായിരുന്നു അല്ലേ. ശരിക്കും നമ്മളെ ഭാര്യമാർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ
ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ പ്രസവം നോക്കുന്ന പരിപാടിയുണ്ട് നമ്മുടെ നാട്ടിൽ. 40,000 ആണ് 40 ദിവസത്തിന്, 50,000 ആണ് 40 ദിവസത്തിന്, അല്ലേ? നിങ്ങളുടെ നാട്ടിലാണെന്ന് എനിക്കറിയില്ല. അതിനിപ്പോൾ അങ്ങനത്തെ കേന്ദ്രങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയി ആക്കലാണ്. 21 ദിവസത്തിന് 60,000 50,000 രൂപയാണ് അടുത്ത പൈസയാണ്. അപ്പോൾ എന്താ അവിടെ ചെയ്യുക? നമ്മളെ കുട്ടികളൊന്ന് കുളിപ്പിക്കും, അവരുടെ തുണിയൊന്ന് കഴുകിയിടും, അതുപോലെ തന്നെ ഭാര്യനൊന്ന് കുളിപ്പിക്കും, അതേപോലെ തന്നെ കുറച്ച് മരുന്ന് കൊടുക്കും. ഇതാണ് അവൾ ചെയ്യുന്ന പരിപാടി. ആര്? ഈ പ്രസവം നോക്കുന്ന സ്ത്രീ ചെയ്യുന്ന പരിപാടി. 40 ദിവസത്തിന് നമ്മുടെ ഒരു മാസത്തിൻ്റെ സാലറിയാണ് ചെയ്യുന്നത് നമ്മൾ അവർക്ക് കൊടുത്ത്, അല്ലേ? എന്നാൽ ആ സ്ത്രീ പോയതിന് ശേഷം ഈ പണിയൊക്കെ ചെയ്തു തരാം നമ്മുടെ സ്വന്തം ഭാര്യയാണ്. ആ പണിയേക്കാൾ ഏറെ ചെയ്തു, കൂടുതൽ ചെയ്തു, അല്ലേ? വീട് വൃത്തിയാക്കി, ഭക്ഷണം പാകം ചെയ്തു, വസ്ത്രം അലക്കി, എല്ലാം ചെയ്തു തന്നു. നമ്മുടെ ചെരുപ്പ് വരെ തുടച്ചു തന്നിട്ടുണ്ടോ? നമ്മുടെ വസ്ത്രം അത് തിരുമ്പി, അത് തോരട്ട്, അത് എടുത്തുകൊണ്ട് വന്ന്, അത് മടക്കി, അത് തേച്ച്, ഒരു വസ്ത്രത്തിൽ തന്നെ എന്തൊക്കെ പണിയുണ്ട്, അല്ലേ? ഇതൊക്കെ ചെയ്തു തന്നിട്ട് നമ്മൾ ഭാര്യയോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ പണിയെന്ന്, അല്ലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഭാര്യയെ തൻ്റെ വീട്ടിൽ സഹായിച്ചിരുന്നു. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ വരെ വീട്ടിൽ തൻ്റെ ഭാര്യയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇഖാമത്ത് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് പ്രവേശിക്കുമായിരുന്നു. ചെരുപ്പ് തുന്നിയിരുന്നു, അല്ലേ? വസ്ത്രം റസൂലുള്ളാഹി അലക്കിയിരുന്നു, ഭക്ഷണം പാകം ചെയ്തിരുന്നു. ഇതെല്ലാം നബിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പാടാണ്. അപ്പോൾ കുടുംബത്തിൽ സമാധാനം വേണമെങ്കിൽ സഹോദരങ്ങളെ ചില കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെട്ട് പ്രവാചകൻ്റെ മാതൃക സ്വീകരിച്ചു പോകണം. ഇനി രണ്ടാമത്തെ ഒരു വശമാണ് ഭാര്യമാർ. അവരെങ്ങനെയാകണം? ഭാര്യമാർ പറയാം, ഞങ്ങൾ എപ്പോഴും വീട്ടിലാണ്, ഞങ്ങൾക്ക് വീട്ടിലെ പണിയാണ്, അല്ലേ? കുട്ടികളൊന്നും നോക്ക്, ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമല്ല, ഒന്നുമില്ല. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം ഓഫീസിലാണ്, അല്ലേ? രാത്രി ഓഫീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ തീർക്കാൻ വേണ്ടി ഇരിക്കുക. നമ്മൾ പരാതി പറഞ്ഞേക്കണോ? എൻ്റെ ജീവിതം മൊത്തം ഓഫീസിൽ പോയി എന്ന് പരാതി പറഞ്ഞേക്കണോ? നമ്മൾ പരാതി പറയല, എന്തേ? അത് ജീവിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതാണ് ജീവിതം. ഓഫീസ് വേണം, കുടുംബം വേണം, ഒക്കെ വേണം. പക്ഷെ നമ്മുടെ ഭാര്യമാർ വിചാരിച്ചത് പലപ്പോഴും ജീവിതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള എന്തോ സംഭവമാണെന്ന്. കാരണം ഇന്ന് കാണുന്ന കാഴ്ചകൾ റീൽസുകളാണ്. റീൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭർത്താവിൻ്റെ കൂടെ കാറിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം വാങ്ങുന്നു, തിരിച്ചു വരുന്നു. ഇത് ഒരു ദിവസമാണ് അവർ ചെയ്തത്. അത് റീൽസാക്കി 40 ആളുകൾ ഓടിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ അവർ വിചാരിച്ച എന്താണ്? ഇതാണ് ജീവിതമെന്ന് വിചാരിച്ചു. എന്നാൽ യഥാർത്ഥ ജീവിതം അതാണോ? അല്ല. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ത്രീ ഏത് രൂപത്തിലാകണം സ്വന്തം ഭർത്താവിനോടെന്ന് പറഞ്ഞു. ഖൈറുൻ നിസാഇ ഇദാ നളർത ഇലൈഹാ സറതുക. സ്വന്തം ഭർത്താവ് നോക്കുമ്പോൾ സന്തോഷം നൽകണം. അപ്പോൾ അവളുടെ പെരുമാറ്റത്തിൽ, അവളുടെ വേഷത്തിൽ, അവളുടെ മുഖഭാവത്തിൽ ഒക്കെ ഭർത്താവിന് സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന രൂപത്തിലാണ് ചെന്ന് നിൽക്കേണ്ടത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ സ്വർഗത്തിലാണ് എന്ന് പറയാനൊരു കാരണം ഉണ്ടായിരുന്നു. സ്വഹാബി വനിതകൾ വന്നിട്ട് ചോദിക്കുക, റസൂലേ, ഞങ്ങളെപ്പോലെ ഒരു പെണ്ണല്ലേ അവൾ, പിന്നെ എങ്ങനെ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖബ്ബാബ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി ജോലിക്ക് യാത്രയാക്കും, സന്തോഷത്തോടു കൂടി വരവേൽക്കും, കുളിക്കാനുള്ള വെള്ളവും മാറ്റാനുള്ള വസ്ത്രവും ഭക്ഷണവും വെച്ചു കൊടുക്കും. ഇതാണ് ആ പെണ്ണ് ചെയ്യണത്. നമ്മളെ വാഹനത്തിൻ്റെ ഒച്ച കേട്ട ഭാര്യ പറയുന്ന മക്കളോട്, ഇതാ വാപ്പ വന്നിട്ടുകൊണ്ട് വാപ്പയുടെ വണ്ടിയുടെ ഒച്ചയാണ്, അല്ലെങ്കിൽ വാപ്പയാണ് ഡോറ് മുട്ടണത്, ഒന്ന് പോയി വെക്കുക പറയും. അത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാര്യമാരോട്, ഉമ്മമാരോട്, നമ്മളെ മക്കൾ, അല്ലേ, ആരോട് പറയാം? മക്കളോട് പറയുമ്പോൾ മക്കൾ ഉമ്മമാരോട് 4 അങ്ങോട്ട് പറയണ്ടാവും. കാരണം അവർ ടാബിൻ്റെ മുന്നിലോ അവർ ഗെയിമിൻ്റെ മുന്നിലായിരിക്കും. അപ്പോൾ ഒന്ന് പോയി തുറന്നു കൊടുക്കുക, ഒന്ന് സലാം. ഇപ്പോൾ ഭാര്യനോട് സലാം പറയില്ല, തിരിച്ചും പറയില്ല. ഞാൻ ഇവിടെ എത്തിയിട്ടോ, നീ ഒന്നും പറയണ്ടെന്ന് പറയാം. ഇവിടെ എത്തി ഒരു സലാം പറയാൻ പോലും എന്തില്ല, മനസ്സില്ലാത്ത രൂപത്തിലായി. നാട്ടുകാരോടൊക്കെ സലാം പറയും, ജോലി സ്ഥലത്ത് പോയി സലാം പറയും, പള്ളിയിൽ കയറുമ്പോൾ സലാം പറയും, വീട് ചെല്ലുമ്പോഴോ സലാം ഉണ്ടാവില്ല. അപ്പോൾ ഭാര്യ അങ്ങോട്ട് പറയണം. പരാതികളല്ല മുഴുവൻ പറയേണ്ടത്, പരാതികൾ പറയേണ്ട സമയങ്ങളിൽ സന്ദർഭങ്ങളിലാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയലുണ്ട്, ഈ പരാതികൾ ഭാര്യമാർക്ക് കൂടുതലായും പൊതുവെ എല്ലാം ഇല്ല 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 എന്നുള്ള പരാതിയിരിക്കും. എന്തുണ്ടെങ്കിലും അവർ ഭർത്താവ് ചോദിച്ചതാണ്, എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറയുമെന്ന്. അവർ പറഞ്ഞു, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, അരി തീർന്നിട്ടുണ്ട്, ബില്ല് അടക്കാറായിട്ടുണ്ട്, മക്കളുടെ വണ്ടിയുടെ ഫീസ് അത് കെട്ടാറായിട്ടുണ്ട്, ഒക്കെ രണ്ടും സെയിമാണ്. ഇതല്ല, അവിടെ നമുക്ക് ചരിത്രത്തിലും വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. അബൂ ത്വൽഹയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും ഭാര്യയും ഭർത്താവാണ്. അപ്പോൾ വീട്ടിലന്ന് കുട്ടിക്ക് രോഗമാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. ആ വീട് വിട്ട് പോകുന്ന സമയത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കുട്ടിയെ നല്ലപോലെ നോക്കി, അവനെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കണം, അന്വേഷിക്കണം അവൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് വീട് വിട്ടിട്ട് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വീടൊക്കെ വൃത്തിയാക്കിയിട്ട്
മകനെ പരിചരിക്കാൻ, അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി അവൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ആ കുട്ടി സക്രാത്തിൻ്റെ ഹാലിലേക്ക് എത്തി. ആ കുട്ടി മരിച്ചു. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ സന്താനം നമ്മുടെ വീട്ടിൽ മരിച്ചാൽ നമ്മുടെ ഭാര്യയുടെ മാനസികാവസ്ഥ, വൈകാരികാവസ്ഥ എങ്ങനെ ഉണ്ടാവും? ആ മഹദി എന്ത് ചെയ്തെന്ന് അറിയോ? ആ കുട്ടിനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ മുറിയിൽ തന്നെ കിടത്തി. ഭർത്താവ് വരാൻ കാത്തുന്നു. ഇന്നലെ എങ്ങനെയാണോ ആ ഭർത്താവിൻ്റെ മുന്നിലേക്ക് പോയി നിന്നത്, അതേപോലെ ഇന്നും ചെന്ന് നിന്നു. ക്ഷമയോടെ സഹനത്തോടെ ചെന്ന് നിന്നു. ഭർത്താവിന് കുളിക്കാൻ വേണ്ടുന്ന വെള്ളം വെച്ചു കൊടുത്തു, വസ്ത്രം അത് വെച്ചു കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ചില റിപ്പോർട്ടിൽ കാണാം അന്ന് അവർ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു. അതിനിടക്ക് ഭർത്താവ് ചോദിക്കുന്നുണ്ട്, മോനെവിടെ? അവൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് എന്നാണ്. എന്നിട്ട് എല്ലാ സന്തോഷങ്ങളും പങ്കുവെച്ച് ഇരിക്കുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യ ചോദിക്കുകയാണ്, ഉമ്മു സലീം റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതെന്നാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സംശയവുമില്ല, നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കടം തന്നിട്ടുണ്ടെങ്കിൽ അവധി എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കണം. എന്നാൽ രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? അള്ളാഹു നമുക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തിരിച്ചെടുക്കുമോ എന്നാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സംശയവുമില്ല, അതിലും അള്ളാഹു തിരിച്ചെടുക്കും. എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ സമ്മാനത്തെ, നമ്മുടെ കുട്ടിയെ, നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചെടുത്തിരിക്കുന്നു. അങ്ങ് അവനെ കബറടക്കണം എന്നാണ്. ചെന്ന് നോക്കുമ്പോൾ കഫൻ ചെയ്ത് കിടത്തിയ സ്വന്തം മകൻ്റെ ജനാസയാണ്. ഇത് സഹിക്കാൻ കഴിയാതെ ഓടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്കാണ്. റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയാൻ, റസൂലേ, എൻ്റെ ഭാര്യ എത്ര മോശമാണ്, അവൾ എത്ര വൃത്തികെട്ടവളാണ്, എൻ്റെ മകൻ മരിച്ചിട്ടൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലെന്ന്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യം അന്വേഷിച്ചു. അദ്ദേഹമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി പറയണം, അബൂ ത്വൽഹ, നിൻ്റെ ഭാര്യ ക്ഷമാലിക്കയുടെ കൂട്ടത്തിലാണ്, ക്ഷമയുള്ള ഭാര്യയാണ്, അവൾ സ്വർഗത്തിൻ്റെ അർഹതയുള്ളവളാണ്. നാളെ ക്ഷമാലിക്കയുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ വെച്ച് അവളെ നിനക്ക് കാണാൻ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ ആധുനിക കാലഘട്ടത്തിലെ ഭാര്യമാർ. സ്വന്തം ഭർത്താവ് അങ്ങേയറ്റം പ്രയാസപ്പെട്ടും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചും അവൻ്റെ വേദനകളെ മറച്ചുവെച്ചും തൻ്റെ കുടുംബത്തെ പോറ്റാൻ അവന് നല്ല കുപ്പായം ധരിച്ച്, നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ മാത്രമാണോ അവൻ അധ്വാനിക്കുന്നതല്ല. അവൻ്റെ അധ്വാനത്തിൻ്റെ ഓഹരിയുടെ വലിയൊരു ഭാഗം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു, പരാതികളില്ലാതെ. അല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ മനസ്സിലെന്താണ്? പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ കൈനീട്ടുമ്പോൾ ആ കൈനീട്ടിയ മനുഷ്യൻ്റെ കയ്യിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്ന സ്വതക്കയുടെ 1 രൂപയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ നല്ല സ്വതക്കയാണ് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെയ്യത്തോടുകൂടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു. കണക്ക് നോക്കാതെ ചെലവഴിക്കുന്നത് നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട്, കണക്ക് നോക്കാതെ ചെലവഴിക്കുന്നത്. ഓഫീസിലേക്ക് ഒരു സാധനം വാങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ 4-5 വട്ടം അന്വേഷിക്കും. എന്തിനാ? കണക്ക് നോക്കും നമ്മൾ. പക്ഷെ ഭാര്യയും മക്കളും ഒരു സാധനം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾ കണക്ക് നോക്കലില്ല, അടുത്ത കടയിൽ നിർത്തി വാങ്ങി കൊണ്ടുപോയി കൊടുക്കും. അല്ലേ? ആ ഭർത്താവിനെ ചതിക്കുമ്പോൾ, വഞ്ചിക്കുമ്പോൾ, ആ മനുഷ്യൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ എന്താ അറിയോ? ഒരു പെണ്ണിന് അള്ളാഹുവിൻ്റെ തൃപ്തി, അതേപോലെ തന്നെ ഭർത്താവിൻ്റെ തൃപ്തി അത് കിട്ടി മരിച്ചാൽ അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ സ്വന്തം ഭർത്താവിന് സന്തോഷം നൽകുന്നവളാകണം. പരാതികൾ പറയേണ്ട സമയങ്ങൾ മാത്രം. അതല്ലെങ്കിൽ സന്തോഷമുള്ള ജീവിതം ആ മനുഷ്യനിൽ. ഇപ്പം നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഭാര്യമാർ ഇവിടെ പ്രയാസം പറയും, അല്ലേ? ഭർത്താക്കന്മാരോട്, പ്രവാസികളോട്. നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെന്തിനാണ് പറയണത്? അവരെ മനസ്സിലുള്ളത് ഞങ്ങളോ ഇവിടെ ഇടങ്ങേറിലാണ്, മൂപ്പരത് അറിഞ്ഞോട്ടെ എന്നുള്ള. അതല്ല, അറിയേണ്ടത് അറിഞ്ഞാൽ മതി, പറയേണ്ടത് പറഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇനി രണ്ടാമത് റസൂൽ പറഞ്ഞത് വഇദാ അമർതഹ അത്വാഅതുക, ഭർത്താവിനെ അനുസരിക്കാം. അല്ലേ? വഇദാ യുഅത അൻഹാ ഹഫിളതുക ഫീ മാലിക വനഫ്സിഹ, സ്വന്തം സമ്പത്തും ശരീരവും സംരക്ഷിക്കുന്ന ഒരു ഭാര്യ. ഇന്ന് റീൽസുകളുടെ ലോകമാണ്, അല്ലേ? ഇന്ന് ഫോട്ടോഗ്രാഫിയുടെ ലോകമാണ്. സ്വന്തം ഭാര്യ അത് പരസ്യപ്പെടുത്തുമ്പോൾ, ശരീരം പ്രദർശിപ്പിക്കുമ്പോൾ, ഇസ്ലാമികമല്ലാത്ത വേഷം ധരിക്കുമ്പോൾ
അത് ഭയങ്കര മോശമാണ്. നരകം വരെ കിട്ടാൻ കാരണമാകുന്ന വലിയ പാപമാണ്. ഒരു മുസ്ലിമത്തായ ഒരു പെണ്ണിന് ഒരിക്കലും ആ രൂപത്തിൽ വേഷം ധരിക്കാൻ പാടില്ല എന്ന് ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. അവരതിൽ മാതൃകയാക്കേണ്ടത് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ 23-ാമത്തെയോ 22-ാമത്തെയോ വയസ്സിലാണ് മരിക്കുന്നത്. ആ മരണപ്പെടുന്ന നാളിൽ അസ്മാ ബിൻത് ഉമൈസിനോട് പറയുന്നുണ്ട്, ഉമ്മ, ഞാൻ ഈ മരിക്കുന്ന സമയത്ത് എനിക്കൊരു പ്രയാസമുണ്ട്. അറബികളുടെ മയ്യത്ത് കട്ടിലാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുക. എന്നെ കഫൻ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ വെടിവും വണ്ണവും ആളുകൾ കാണാൻ സാധ്യതയുണ്ട് എന്നാണ്. ആലോചിച്ച് നോക്കുക, കഫൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ വെടിവും വണ്ണവും ആളുകൾ കാണാൻ സാധ്യതയുണ്ട്. അസ്മാ ബിൻത് ഉമൈസ് പറയണമെന്ന് അറിയോ, മോളെ, ഞാൻ അബിസീനിയയിലേക്ക് യാത്ര പോയ സ്ത്രീയാണ്. അബിസീനിയക്കാർക്കൊരു മയ്യത്ത് കട്ടിലുണ്ട്. അത് മറയുള്ളതാണ്, മുകൾ ഭാഗം മറയുള്ളതാണ്, രണ്ട് ഭാഗത്തും മറയുള്ളതാണ്, കേരളക്കാരെ പോലെ. അത് നീ മരിച്ചാൽ ഞാൻ അവിടുന്ന് കൊണ്ടുവരാമെന്നാണ്. അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയണത്, മാ അഹ്സന ഹാദാ വ അജ്മലഹ, അത് എത്ര നല്ലതാണ്, എത്ര ഭംഗിയുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ. ആധുനിക കാലഘട്ടത്തിലെ ഭാര്യമാർ, പെൺകുട്ടികൾ അറിയേണ്ട ഒരു ചരിത്രമാണത്, അല്ലേ? ഞാൻ മരിച്ചിട്ട് പോലും എൻ്റെ ശരീരത്തിൻ്റെ വെടിവും വണ്ണവും അളവും ഒരാളും കാണരുത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇന്ന് പർദ്ദ ധരിച്ചിട്ടും നഗ്നകളായി ജീവിക്കുന്ന, അത് ശരീരത്തിലേക്ക് ഒട്ടിക്കെടുന്ന് തൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ ഇന്ന് സമൂഹത്തിലുള്ളത്. മറ്റൊരു ചരിത്രം കൂടെ നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി, അല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മാ റളിയല്ലാഹു അൻഹ 100 വയസ്സ് പിന്നിട്ട മഹദിയാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ ആ മഹദിക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇറാഖിൽ നിന്ന് മുന്തിർ എന്ന് പറയുന്നൊരു മകൻ ഒരു വസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഉമ്മാക്ക് കണ്ണ് കാണില്ല, 100 വയസ്സ് പിന്നിട്ടതാണ്. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ആ വസ്ത്രം ഇങ്ങനെ പരിശോധിച്ചു. എന്നിട്ട് പറയാണ്, ഉഫിൻ റുദ്ദു അലൈഹി കിസ്വത്തുഹു, മോനെ, ഈ വസ്ത്രം മടക്കി കൊണ്ടുപോയിക്കോ, ഇത് ഉമ്മാക്ക് ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ചോദിച്ചു, ഉമ്മ എന്താണ് കാരണം? മോനെ, ഇത് കട്ടി കുറവാണ്, നേരിയ വസ്ത്രമാണ്, അതുകൊണ്ട് ഞാൻ ഇത് ശരീരത്തിലിട്ടാൽ എൻ്റെ അവയവങ്ങൾ പുറത്തേക്ക് കാണാൻ സാധ്യതയുണ്ട്. ഉമ്മ, ഇത് കട്ടി കുറവാണെന്നുള്ളൂ, പക്ഷേ ഉമ്മ ധരിച്ചാൽ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും പുറത്തേക്ക് കാണുകയില്ല. അപ്പോൾ ഉമ്മ പറയണമെന്ന് അറിയോ, കട്ടി കുറഞ്ഞ് ധരിച്ചാൽ ശരീരത്തോട് ഒട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്നാണ്. ആര്? 100 വയസ്സ് പിന്നിട്ട അസ്മാ റളിയല്ലാഹു അൻഹ. നമ്മൾ ആലോചിക്കുക, അവരുടെ ഇത് ഈമാൻ, തൻ്റെ വേഷവിധാനം സ്വന്തം ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടത് ആ മനുഷ്യൻ്റെ മുന്നിൽ മാത്രം പ്രദർശിപ്പിക്കുക, അതല്ല നാട്ടുകാർക്ക് മുന്നിൽ, സഹപ്രവർത്തകർക്ക് മുന്നിൽ, ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ റൂമിൽ വരുന്ന മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വേഷത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ക്രയവിക്രയങ്ങൾ, നമ്മുടെ സാമ്പത്തികമായ, അപ്പോൾ ആവശ്യം, അത്യാവശ്യം, അനാവശ്യം, അല്ലേ? ഇത് 2 കാര്യമാണ് ആവശ്യമുള്ളൂ. ആവശ്യം വേണം, അത്യാവശ്യം വേണം. അനാവശ്യത്തിന് വേണ്ടി ഒരു രൂപ പോലും ഞാൻ ചെലവഴിക്കില്ല എന്ന് കുടുംബം തീരുമാനിക്കണം. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ തൻ്റെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ നമ്മുടെ നിയ്യത്ത് ശരിയാകണം, അല്ലേ? ഇപ്പോൾ ഇത് കിട്ടുന്ന ശമ്പളം മൊത്തം കുടുംബത്തിനാണെന്നല്ല, ആ നിയ്യത്ത് ശരിയായാൽ അത് സ്വതക്കയുടെ കൂട്ടത്തിൽ അത് ഉൾപ്പെടും. അങ്ങനെ സഹോദരങ്ങളെ പരസ്പരം സ്നേഹിച്ച്, സഹകരിച്ച്, പരസ്പരം പ്രാർത്ഥിച്ച്, അല്ലേ? നമുക്ക് പ്രാർത്ഥനകൾ അറിയാൻ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ പ്രാർത്ഥനകൾ നിർവഹിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്ക്, അല്ലേ? സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ കേരളത്തിലുണ്ട്, ലോകത്തിനെമ്പാടും ഭാഗങ്ങളുണ്ട്. ഇന്ന് വർദ്ധിച്ചു വരാൻ ഒരു പ്രതിബദ്ധതയില്ല, ഒരു സ്നേഹമില്ല. ഉമ്മയുടെ സ്ഥാനം മതി. പ്രസവിച്ചതിൻ്റെ ശിക്ഷയാണ് ഞാൻ ഉമ്മക്ക് കൊടുത്തത് എന്ന് ഉമ്മനെ കൊന്ന മനുഷ്യൻ പറഞ്ഞതാണ്. കൗമാരക്കാരൻ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിൻ്റെ ശിക്ഷയാണ് ഞാൻ കൊടുത്തതെന്നാണ് പറഞ്ഞത്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നമ്മളെ മക്കളെ നമ്മൾ വളർത്തുന്നിടത്ത് ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണെന്നറിയോ, നമുക്കെല്ലാം നമ്മുടെ ചെറിയ പ്രായത്തിൽ കിട്ടിയിരുന്നോ? കിട്ടിയിട്ടില്ല. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ ആഗ്രഹിച്ച 10 വസ്തുക്കളിൽ 10 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൈവെക്കാൻ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. 8 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവില്ല. 5 എണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവില്ല. നമ്മൾ ആഗ്രഹിച്ചത് 1 or 2 നടന്നിട്ടുണ്ടാവും. അതെന്നെ അപ്പോൾ കിട്ടിയിട്ടില്ല. അതിന് കാത്തിരിക്കേണ്ടി വന്നു. ഇന്നത്തെ മക്കൾക്ക് എല്ലാം കിട്ടുന്നു, കാത്തിരിപ്പില്ല. വൈകുന്നേരം ഒരു മന്തി പറഞ്ഞാൽ അത് 10 മിനിറ്റ് കൊണ്ട് റൂമിലെത്തി, വീട്ടിലെത്തി, അല്ലേ? ഒരു വസ്ത്രം വേണമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്നെത്തി. അപ്പോൾ കിട്ടുന്നതിൻ്റെ വില നമ്മളെ മക്കൾക്ക് അറിയില്ല, കാത്തിരിക്കാൻ നമ്മളെ മക്കൾക്ക് അറിയില്ല. അതുകൊണ്ട് ഇത് കിട്ടാതാകുമ്പോൾ നമ്മൾ അവരുടെ ശത്രുവായി. അതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം കൊടുക്കലല്ല സ്നേഹം, ചോദിക്കുന്നത് പിടിച്ചു വെച്ച് സമയമെടുത്തു കൊടുക്കലാണ് യഥാർത്ഥത്തിൽ നമ്മളെ മക്കളുടെ വിഷയത്തിൽ ചെയ്യേണ്ടത്. പരിക്കുകൾ, പരാതികൾ, നമ്മളെ മക്കളെ ഇപ്പം നമ്മൾ
പല രോഗികളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകും. മക്കളെ കൊണ്ടുപോകലുണ്ടോ? ഇല്ല, ഞങ്ങളിവിടെ ഇരുന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്നാണ്. മക്കളെ കാണാൻ കൊണ്ടുപോകണം. ജനാസ നമസ്കാരത്തിന് മക്കളെ കൊണ്ടുപോകണം. മറമാടുന്നിടത്ത് മക്കളെ കൊണ്ടുപോകണം. ആ കാഴ്ചകൾ അവർ കാണണം. മനസ്സിലാവുണ്ടോ? നമ്മളെ ജനാസ മറമാട് നമ്മളെ മക്കൾ കാണണം. ഉപ്പയും പിന്നെ മകനും കൂടി പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് ജനാസ നമസ്കരിച്ചിട്ട് മകനോട് പറയും, ഇഞ്ചി റൂം പോയിക്കോ, അല്ലെങ്കിൽ നീ പിന്നെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയും. വാപ്പ പോയി മറമാടിയിട്ട് തിരിച്ചു വരും. അതിൻ്റെ കൂടെ വാപ്പ പോകും. എന്താ നമ്മളെ മക്കൾക്ക് ആ കാഴ്ച കാണിച്ചു കൊടുത്താൽ? അവരിന്ന് കാണുന്ന കാഴ്ച ഫുള്ള് റീലാണ്. അതിൽ സന്തോഷമുള്ള ജീവിതം മാത്രമേ ഉള്ളൂ, അടിച്ചുപൊളികൾ മാത്രമേ ഉള്ളൂ, നല്ല കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അതിലൊരു പിന്നെ എന്താ പറയുക, മനസ്സിനെ വേദനിപ്പിക്കുന്ന അതല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയും റീൽസിനുണ്ടാവില്ല. ആ റീൽസിൻ്റെ കാഴ്ചയിൽ നിന്ന് റിയലായ കാഴ്ചകൾ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾക്ക് രോഗികളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി, മരണ വീട്ടിൽ കൊണ്ടുപോയി ജനാസ മറമാർന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അല്ലേ, മോനെ അൻ്റെയൊക്കെ അവസ്ഥ ഇത്രയല്ലേ ഉള്ളൂ എന്നൊരു വാക്ക് പറഞ്ഞാൽ അരമണിക്കൂർ അവർക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനേക്കാൾ വലിയൊരു ഉപദേശം ഒറ്റ മിനിറ്റ് കൊണ്ട് അവർക്ക് കിട്ടും. അതുകൊണ്ട് നമ്മളെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.